ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? കുറേ പേരൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ പലരുടെയും ഡൗട്ടാണ്, പല വീഡിയോസ് ഇടുമ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കണം, ഇത് ഏത് ടൈം ഫ്രെയിമിലാണ് എടുത്തത് എന്നൊക്കെ പല ഡൗട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുന്നത്, എങ്ങനെ പല ഡൗട്ടുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ടൈം ഫ്രെയിമിനെ കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷൻസും ഇന്ന് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. മെയിൻലി ഫസ്റ്റൊരു കാര്യം പറയട്ടെ. ഈ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കണം, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന പലരും ഉണ്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കണം. അങ്ങനെയല്ല. ആക്ച്വലി അതുപോലത്തെ ചില ട്രേഡിംഗ് ഉണ്ട്. അത് ട്രേഡിംഗ് അല്ല, ഒരു ഗാംബ്ലിംഗ് ആയിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് വന്നു, 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് 1 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ്. അതുപോലെ 5 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു, 5 മിനിറ്റിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. ഇങ്ങനത്തെ ഗാംബ്ലിംഗ് സൈറ്റുകളുണ്ട്. ആക്ച്വലി അതല്ല, അതിൽ ചുമ്മാ അവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വെറുതെ ഇങ്ങനെ വിടുന്നതാണ്. അതൊന്നും ട്രേഡിംഗ് ആയിട്ട് ഒരു റിലേഷൻ പോലും ഇല്ല. നമുക്ക് ഓരോ അനാലിസിസ് ചെയ്യുന്നതാണ്. അതായത് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ മിനിറ്റിലും മാർക്കറ്റിൽ എന്താണ് നടന്നത് അതാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ 5 മിനിറ്റിലും മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അതാണ് ഇതിൽ വരുന്നത്. അല്ലാതെ ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യണം, 5 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യണം എന്നല്ല. നമ്മൾ 1 മിനിറ്റിൽ എടുത്ത ട്രേഡ് നമുക്ക് ഒരു ദിവസം ഹോൾഡ് ചെയ്യാം, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, വേണമെങ്കിൽ 1 ഇയറും ഹോൾഡ് ചെയ്യാം. ഇനി 5 മിനിറ്റിൽ എടുത്ത ട്രേഡും നമുക്ക് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാം. ടൈം ഫ്രെയിമും ഹോൾഡിങ്ങും തമ്മിൽ ഒരു ബന്ധമില്ല. എങ്ങനെയാണ് നമ്മൾ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ മെയിൻലി പല ടൈപ്പ് ട്രേഡേഴ്സ് ഉണ്ട്. അതായത് സ്കാൽപ്പ് ചെയ്യുന്നവരുണ്ട്. എന്താ സ്കാൽപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ട്രേഡ് എടുത്തു, വളരെ ചുരുങ്ങിയ സമയം ഹോൾഡ് ചെയ്യുന്നു, കിട്ടുന്ന പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നു. അതാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അധിക പേരും ഇപ്പോൾ സ്കാൽപ്പിംഗ് ആണ്. അതായത് ഒരുപാട് നോക്കിയിരുന്ന് ഫുൾ ടൈം മാർക്കറ്റിൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് ട്രേഡ് എടുക്കാൻ സമയമില്ലാത്ത ആളുകളാണ് പലരും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്കാൽപ്പിംഗ് ആണ്. പക്ഷേ സ്കാൽപ്പ് ചെയ്യുമ്പോൾ ഹൈ റിസ്ക് ഉണ്ട്, പക്ഷേ പ്രോഫിറ്റ് അതുപോലെ ഒരു ദിവസം ഒരുപാട് ട്രേഡുകൾ എടുക്കാം, അതിനനുസരിച്ച് ഒരുപാട് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്, എന്നാൽ ലോസിനുള്ള ചാൻസസും ഉണ്ട്. ഇങ്ങനെയുള്ള സ്കാൽപ്പേഴ്സിന് ഒരിക്കലും ഒരു വർഷത്തെ ചാർട്ടോ ഒരു മാസത്തെ ചാർട്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരിതാ ഇപ്പോൾ ട്രേഡ് എടുക്കുന്നു, വളരെ 5-10 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് അവർക്ക് തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുള്ളവർ ലോവർ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈം ഫ്രെയിം എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്തൊരു ട്രേഡേഴ്സാണ് ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ എടുക്കും, രാവിലേക്ക് അനാലിസിസ് നടത്തി ട്രേഡ് എടുക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും, അതായത് ഒരു ദിവസം ഹോൾഡ് ചെയ്യും, വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും, പെട്ടെന്നല്ല പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവർ സെല്ലോ ബൈയോ എന്താ വെച്ചാൽ അത് ചെയ്യും. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒരുപാട് ട്രേഡ് എടുക്കുന്നില്ല, ഒരു ദിവസം 1-2 ട്രേഡാണ് അവർ എടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളല്ല എങ്കിലും തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ നടന്ന കാര്യം അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യം എല്ലാം വെച്ച് നോക്കിയിട്ടായിരിക്കും ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ അവരൊരു 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ 1 അവറിൻ്റെ ചാർട്ട് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുക. പിന്നെ അടുത്ത വരുന്ന ഒരു കാറ്റഗറിയാണ് ഒരു സ്വിംഗ് ട്രേഡ്. അതായത് ഇന്ന് ട്രേഡ് എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നവർ, ചിലപ്പോൾ 3 ദിവസം 4 ദിവസം, ഒരു മാക്സിമം ഒരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നവർ. അവർക്ക് ലാസ്റ്റ് വീക്ക് എന്ത് നടന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അവർക്ക് ലാസ്റ്റ് വീക്ക്ലി ചാർട്ട് അങ്ങനത്തെ ചാർട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനിയുള്ളത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് ഒരുപാട് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലൊക്കെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ലോങ് ടേമിലേക്ക് എടുക്കുന്നവരാണ്. അവർക്ക് ജസ്റ്റ് ലാസ്റ്റ് സെക്കൻഡിൽ എന്തുണ്ടായി, ലാസ്റ്റ് വീക്കിൽ എന്തുണ്ടായി എന്നല്ല അറിയേണ്ടത്. കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്, അതനുസരിച്ചിട്ട് ഈ വർഷം എന്തായിരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് അവർക്ക് അറിയേണ്ടത്. അവർ നോക്കുക മന്ത്ലി ചാർട്ടോ ഇയർലി ചാർട്ടോ അങ്ങനെ ആയിരിക്കും. നമ്മൾ എന്ത് ടൈപ്പ് ട്രേഡാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ടൈം ഫ്രെയിമാണ് നമ്മളെപ്പോഴും
സെലക്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ടൈം ഫ്രെയിം വർക്ക് ആവുന്നതും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യുക എന്നൊന്നുമല്ല, നമ്മൾ ഏതാണോ എടുക്കുന്നത്, നമ്മൾ എന്ത് ടൈപ്പ് ട്രേഡർ ആണോ അതിനനുസരിച്ചിട്ടുള്ള ടൈം ഫ്രെയിം വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടെ ചാർട്ടിൽ കാണിച്ചു തരാം, അതായത് എങ്ങനെയാണ് ആ ടൈം ഫ്രെയിം വർക്ക് ആവുന്നതെന്നും എങ്ങനെയാണ് ആ ടൈം ഫ്രെയിം അനുസരിച്ച് നമ്മുടെ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡിംഗ് അനലൈസ് ചെയ്യേണ്ടതും എന്ന് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. സോ നമുക്ക് അത് നോക്കാം. സോ എന്താണ് നമ്മൾ ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ക്യാൻഡിലിനെ കുറിച്ച് ഈ ഒരു ചാർട്ടിനെ നമ്മൾ പറയുന്നതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. കാരണം മെഴുകുതിരി പോലെ ഇരിക്കുന്ന ഇതായതുകൊണ്ടാണ് ഇത് ക്യാൻഡിൽ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മുമ്പ് വളരെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഡൗട്ടുകളുള്ളവർ ആ വീഡിയോസ് തീർച്ചയായും പോയി കാണണം. സോ ഈ ക്യാൻഡിൽ ഉണ്ടാവുന്ന ഒരു ടൈമിനെയാണ് ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ടാണ് ഈ ക്യാൻഡിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നോക്കൂ, ഇവിടെ കണ്ടോ 32 സെക്കൻഡ്, അതായത് 18:15. അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം 6:15 ഈ ക്യാൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് 6:16 ആവുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഓരോ മിനിറ്റും മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് എടുക്കണം, 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് ഓഫ് ആക്കണം എന്നൊന്നുമല്ല. ആദ്യം 1 മിനിറ്റിൽ ഒന്ന് താഴേക്ക് ഇറങ്ങി അതിനുശേഷം കയറി വീണ്ടും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ 7 സെക്കൻഡ് 6 സെക്കൻഡ് ഈ സൈഡിൽ നോക്കൂ, 7 സെക്കൻഡ് 6 സെക്കൻഡ് ഇപ്പൊ നിൽക്കും. 4 സെക്കൻഡ് 1 സെക്കൻഡോ. ഇനി 6:16 ആവുമ്പോൾ അടുത്ത ക്യാൻഡിൽ കണ്ടോ, തൊട്ടിപ്പുറത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലെ ഫോം ചെയ്തു. അതായത് അപ്പോൾ 6:15 താഴേക്കാണ് ഇറങ്ങിയത്, റെഡ് പറഞ്ഞ സെല്ലിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കയറുന്നുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല. 1 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റ് കൊണ്ട് എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ മിനിറ്റും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളൊരു 5 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 6:10 തൊട്ട് 6:15 വരെ നടന്ന കാര്യമാണ്. ഇത് 6:16 തൊട്ടിട്ട്. അപ്പോൾ സെയിം കാര്യമാണ്, അതായത് 1 മിനിറ്റിൽ നടന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 6:10 തൊട്ടിട്ടെന്ന് പറയുമ്പോൾ ഇതാണ് 6:10 ക്യാൻഡിൽ. ഈ 6:10, 11, 12, 13, 14, 15, അതായത് 6:10 തൊട്ടിട്ട് 15 വരെ ഉള്ളത് ഓരോ മിനിറ്റിൻ്റെ 5 ക്യാൻഡിലായിട്ടാണ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഈ ഒരു വട്ടിടാം. ഈ ഒരു ക്യാൻഡിലിൽ ഇത്രയും ക്യാൻഡിൽ, ഇതിപ്പോൾ 6:16 അപ്പോൾ 6:10 തൊട്ടിട്ട് 6:15 വരെ ഉള്ളത് 5 ക്യാൻഡിലിൽ കാണിച്ച അതേ കാര്യമാണ്. ഇപ്പോൾ ഞാൻ 5 മിനിറ്റിൽ നോക്കുമ്പോൾ നോക്കിയേ, ഒറ്റ ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഈ വട്ടം, ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ. കാരണം അത് 5 സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു, ഇതൊരൊറ്റ ക്യാൻഡിലിൽ കാണിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഈ 5 മിനിറ്റിൻ്റെ 6:10 തൊട്ടിട്ട് 6:15 വരെ എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ആയത് എവിടെയാണ്? ഞാൻ ഓപ്പൺ ആയ സ്ഥലത്തൊരു വരയ്ക്കാം ക്യാൻഡിലിൻ്റെ ടോപ്പിൽ. ഇത് സെല്ലായതുകൊണ്ട് മേലെ ഓപ്പണായി താഴെ ക്ലോസ് ആയി. 3 to 3.4 ആണ്. ഇത് ക്ലോസ് ആയത് എവിടെയാണ്? ഇവിടെയാണ്, അതായത് 3319. ഇനി ഈ സെയിം സംഭവം 1 മിനിറ്റിൽ ആ വര എവിടെയാണ് വന്നത് കണ്ടോ? അതായത് ഏകദേശം 6:11, 6:10 ശേഷം വന്ന ക്യാൻഡിലല്ലേ, 6:11 തൊട്ടിട്ട് 15 വരെ കണ്ടോ, 15ൻ്റെ അടിയിലാണ് ഈ വര വന്നത്. അപ്പോൾ കറക്റ്റാണ് കണ്ടോ, ഈ ഒരു റെഡ് ക്യാൻഡിൽ 6:10 ഈ ക്യാൻഡിലിൻ്റെ ടോപ്പിൽ തുടങ്ങി 6:15 ഈ ക്യാൻഡിലിൻ്റെ അവസാനം. അപ്പോൾ അത് 5 ക്യാൻഡിലായിട്ട് കാണിച്ചു എന്ന് മാത്രം, 5 മിനിറ്റിൻ്റെ ഒറ്റ ക്യാൻഡിലായിട്ട് കാണിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ഇത് 1 അവറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിലും മാർക്കറ്റിൽ 5:30 തൊട്ടിട്ട് 6:30 വരെ നടക്കുന്നത്. ഇനി 6:30 തൊട്ടിട്ട് 7:30 വരെ അടുത്തത്, 4:30 തൊട്ട് 5:30 വരെ, ഓരോ മണിക്കൂറും. ഇതെല്ലാം ഇങ്ങനത്തെ ഓരോ മണിക്കൂറിൻ്റെയും എന്താണ്, 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഈ 60 മിനിറ്റ് 60 ക്യാൻഡിലുകൾ ജോയിൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു വട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടം വരെ പോകുന്നുണ്ട്. ഇത് 60 ക്യാൻഡിലുകൾ ഞാൻ ജസ്റ്റ് ഈ ക്യാൻഡിലായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ, അതായത് 5:30 കണ്ടോ, കറക്റ്റ് 5:30ക്കാണ്, 7:30 17:30, അതായത് 5:30 തുടങ്ങിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. ഈ 60 ക്യാൻഡിലുകൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഒറ്റ ക്യാൻഡിലിൽ കാണിച്ചു എന്ന് മാത്രം. സോ ഇത് തന്നെയാണ് എന്ത് നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അല്ലാതെ 5 മിനിറ്റ് കൊണ്ട് ട്രേഡ് ക്ലോസ് ചെയ്യണം, 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് ക്ലോസ് ചെയ്യണം, അങ്ങനെയല്ല. അപ്പോൾ ഇതിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ ട്രേഡ് എടുക്കുന്നു, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഈ 1 അവറിൻ്റെ ചാർട്ടിൽ പോയിട്ട് ലാസ്റ്റ് 1 മണിക്കൂർ മാർക്കറ്റിൽ എന്താ നടന്നത് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് 1 മിനിറ്റിൽ എന്താണ് മാർക്കറ്റിൽ നടന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഓക്കെ, 1 മിനിറ്റിൽ മാർക്കറ്റ് സെല്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ മാർക്കറ്റ് ഇതാ ഇങ്ങനെ സെല്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, സെല്ലിൻ്റെ ട്രെൻഡ് ലൈൻ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ട്രെൻഡ് ലൈൻ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇനി ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ വീണ്ടും സെല്ല് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 1 മിനിറ്റിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. നമ്മൾ സ്കാൽപ്പ്
ഞാനിപ്പോൾ ചെയ്യുന്ന ചെറിയ ട്രേഡ് എടുക്കുന്നു, ചെറിയ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ അത്രയും പ്രോഫിറ്റുകൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. സ്പീഡാണ്, റിസ്ക്കും ഉണ്ട്. കാരണം ഹൈലി വോളറ്റൈൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് പോവാം, റിസ്ക്കും ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, ചെറിയ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ഒരു ദിവസം കുറേ ട്രേഡുകൾ കിട്ടും. ഇപ്പോൾ സെല്ല്, അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് സെല്ലെടുക്കാൻ ഉദ്ദേശിക്കുന്നു. സെല്ലെടുക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വയ്ക്കുക. ഒരു ജസ്റ്റ് 2 പിപ്പ് 3 പിപ്പ് 2 പോയിന്റ്, ഗോൾഡ് ആയതുകൊണ്ട് 2 പോയിന്റ് 3 പോയിന്റ് ഒക്കെയാണ് എന്ത് വരിക, എൻ്റെ ടാർഗറ്റ് വരാനുള്ള ചാൻസ്. ഇനിയിപ്പോൾ ഞാനൊരു ഇൻട്രാഡേ ട്രേഡറാണ്, അതായത് രാവിലെ എടുത്തു എന്നിട്ട് വൈകുന്നേരമാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രാവിലെ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2-3-4 മണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടൊക്കെ നോക്കാം. അതായത് കുറച്ച് 15 മിനിറ്റായിട്ട് എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 15 മിനിറ്റായിട്ട് മാർക്കറ്റ് ഇതാ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു റെസിസ്റ്റൻസ്, ഇത് ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 15 മിനിറ്റിൻ്റെ രീതിയിൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ട്രേഡ് ചിലപ്പോൾ ഒരു ദിവസം 1-2 ട്രേഡ് ആയിരിക്കും. എന്നിട്ടിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു, സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, ടാർഗറ്റ് വയ്ക്കുന്നു. ടാർഗറ്റ് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി അധികമായിരിക്കും വയ്ക്കുക. അതൊരു 6 പോയിൻ്റൊക്കെ നമ്മൾ ഈ ഒരു ലോ വരെയൊക്കെ 6 പോയിൻ്റ് വരെയൊക്കെ നമുക്ക് ഓരോ സ്ട്രാറ്റജി അനുസരിച്ചാണ്, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം, നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 2 വെച്ചിട്ടും 1 വെച്ചിട്ടും ഒരുപാട് ട്രേഡ് ചെയ്യുന്നതും, ഇവിടെ 6 വെച്ച്, അതായത് അവിടെ 2 വെച്ച് 12 ട്രേഡ് ചെയ്യുന്നതും ഇവിടെ 6 വെച്ച് 2 ട്രേഡ് ചെയ്യുന്നതും ഒരുപോലെയാണ് വരിക. കറക്റ്റ് അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് പറയാം കേട്ടോ. എല്ലാത്തിനും 6 പോയിന്റ് കിട്ടുന്നതല്ല, ഒരുപോലെയാണ് വരിക. ഇനിയിപ്പം ഞാനൊരു സ്വിംഗ് ട്രേഡാണ്, അതായത് ഞാൻ എടുത്തു 2-3 ദിവസം ഹോൾഡ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ബൈ അല്ലെങ്കിൽ സെല്ലൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഞാൻ നോക്കേണ്ടത് എന്താണ്, 1 അവർ അല്ലെങ്കിൽ 4 അവർ പോലത്തെ ചാർട്ടുകളാണ്. സോ ഇങ്ങനത്തെ ചാർട്ട് നോക്കുമ്പോൾ ഇത് വലിയൊരു ലോങ് ടേം ചാർട്ടാണ്. അതായത് അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എത്തുമ്പോഴായിരിക്കും ഇനി കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ ഒരു ട്രെൻഡ് ലൈൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, ഒരു സ്ട്രാറ്റജി ആയിട്ടൊന്നല്ല, പറയാൻ എളുപ്പത്തിനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ചിലപ്പോൾ എനിക്ക് ഇന്നൊന്നും ട്രേഡ് കിട്ടിയെന്ന് വരില്ല. ഇവിടേക്ക് എത്തണമെങ്കിൽ തന്നെ 4 മണിക്കൂറാണ്. ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ 3 ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ദിവസം കഴിയും, 4 ക്യാൻഡിൽ ഉണ്ടാകുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. അത് കഴിഞ്ഞത് പ്രോഫിറ്റിൽ എത്താനും എടുക്കും. പക്ഷേ എന്ത് ഡിഫറൻസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ടാർഗറ്റൊക്കെ വരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടോ, ഇപ്പോൾ ടാർഗറ്റ് ഇപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പോയിന്റിന് നേരെയൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ 90 പിപ്പ് 100 പോയിൻ്റൊക്കെയാണ് നമുക്ക് സ്റ്റോപ്പിൽ. അപ്പോൾ അത് നമ്മൾ ഡെയിലി 2 ട്രേഡും ഡെയിലി 10-20 ട്രേഡ് എടുക്കുന്നതിനേക്കാളും നമുക്കിത് ആഴ്ചയിൽ ഒരു ട്രേഡ്, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ട്രേഡ് ആണെങ്കിലും ഒറ്റയടിക്ക് ഇവിടെ 100 നമുക്ക് കിട്ടി. സ്ലോ ആണ്. പിന്നെ ഇങ്ങനത്തേന് കുറച്ചുകൂടെ റിസ്ക് കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വന്നാലും വലിയ സ്റ്റോപ്പ് ലോസ് വരും. പക്ഷെ അങ്ങനെയല്ല, സ്റ്റോപ്പ് ലോസ് വരാനുള്ള ചാൻസസ് കുറയും. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ എന്താണോ നടക്കുന്നത് അതനുസരിച്ചിട്ടാണ് മാർക്കറ്റ് പോവുക. ലോവർ ടൈം ഫ്രെയിമിൽ ഹൈലി വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. അങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട് സ്റ്റോപ്പ് ലോസുകൾ വരാനുള്ള ചാൻസസ് കൂടും. ഇനിയിപ്പോൾ ഞാനൊരു ലോങ് ടേം ട്രേഡർ ആണെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലിയോ അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടൊക്കെ നോക്കാം. ഞാനൊരു ലോങ് ടേമിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കണം. ഞാൻ 1 മിനിറ്റ് ചാർട്ട് എടുത്തിട്ട് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ടല്ലല്ലോ ട്രേഡ് എടുക്കേണ്ടത്. അത്രയും ലോങ് ടേമിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു കഴിഞ്ഞ മാസങ്ങളിൽ എന്താണ് സംഭവിച്ചത്, അപ്പോൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് മാർക്കറ്റ് എന്താണ് മൊത്തത്തിൽ അപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റിന് മൊത്തത്തിൽ അപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അതനുസരിച്ചിട്ട് ഞാൻ വരയ്ക്കുന്നു, അതനുസരിച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരൊറ്റ ട്രേഡൊക്കെ ആയിരിക്കും കിട്ടുക. ഒരു കൊല്ലത്ത് ചിലപ്പോൾ ഒരു കൊല്ലം നോക്കിയാൽ ചിലപ്പോൾ 1-2 ട്രേഡ് ആയിരിക്കും കിട്ടുക. പക്ഷേ അപ്പോൾ ഇതിലൊക്കെ കണ്ടോ, ബാക്കി എല്ലാത്തിലും സെല്ലായിരുന്നു. ഇതിൽ നമുക്ക് ബൈ ആണ് വന്നത്, ഓപ്പോസിറ്റാണ് വന്നത്. അപ്പോൾ ഞാൻ ബൈ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടം വരെയൊക്കെ ഇത്രയും വെച്ചാൽ പോലും 600 പിപ്പൊക്കെ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അതായത് അത്രയും നമ്മളെടുത്ത ലോസും സ്റ്റോപ്പ് ലോസും എല്ലാം കഴിഞ്ഞ് വരുന്നതും ഇത് ഒരു കൊല്ലത്തിൽ 1 ട്രേഡോ 2 ട്രേഡോ എടുക്കുമ്പോഴേക്കും അതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടും. വളരെ സ്ലോ ആയിട്ടാണ് ട്രേഡ് പോവുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിനനുസരിച്ചിട്ടുള്ള ട്രേഡുകളും വരുന്നത്. സോ കണ്ടില്ലേ, സോ ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. കൃത്യമായി നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ഉണ്ടാവണം. നമ്മൾ എന്ത് ടൈപ്പാണ് ട്രേഡ് എടുക്കുന്നത്, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണ്, അതറിഞ്ഞ് അതിനനുസരിച്ച് വേണം ട്രേഡ് എടുക്കാൻ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ട്രേഡ് എടുക്കാൻ വന്നു, ഏതോ ഒരു ചാർട്ട് എടുത്ത് നോക്കുന്നു, ഏതോ ഒരു ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്നു, അങ്ങനെയല്ല. നമുക്ക് വേണ്ട ടൈം ഫ്രെയിമുകൾ എടുത്തിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് ഹയർ ടൈം ഫ്രെയിം, അതായത് 1 അവർ 4 അവർ പോലത്തെ
ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ വെക്കണം. അതായത് മൊത്തത്തിൽ ഇപ്പോൾ ഗോൾഡ് സെല്ലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് മൊത്തത്തിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് പോയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ സ്കാൽപ്പേഴ്സാണ്, കഴിഞ്ഞ സെക്കൻഡിൽ താഴേക്ക് വന്നു അതുകൊണ്ട് നമ്മൾ താഴേക്ക് എടുക്കുന്നു എന്ന് പറയരുത്. എപ്പോഴും നമ്മൾ ഓവറോൾ എങ്ങോട്ടാണോ ഡയറക്ഷൻ അതേ ഡയറക്ഷനിലേക്ക് തന്നെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതലും ലോസുകൾ വരില്ല. മൊത്തത്തിലുള്ള ഡയറക്ഷൻ എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് നടക്കുന്നത്, വാറ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ഗോൾഡ് എപ്പോഴും ബൈ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗോൾഡ് എപ്പോഴും അപ്പ് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. കറൻസീസ് ഒക്കെ നേരെ ഉൾട്ടയാണ്, അതായത് സെല്ല് വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒരു ട്രേഡ് എടുക്കുക. ഒരു ട്രേഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും ട്രേഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി ആർക്കും ടൈം ഫ്രെയിമിൽ ഡൗട്ട് വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് നിങ്ങൾക്ക് കമൻസ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുപോലെ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറെയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് തന്നെ സെലക്ട് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് കയറി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. Bye bye.